എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല 80ാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരു വീഡിയോ പറയണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ ഇന്ന് ഞാനത് മാറ്റിവെച്ച് നാളെ ആ വീഡിയോ ഇടാം. ഇന്ന് നമ്മുടെ ദേശീയ ഗീതം വന്ദേമാതരം ഫുള്ള് പാടണമെന്നൊരു നിയമം ഉണ്ടായിരുന്നല്ലോ. അത് ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അദ്ദേഹം ഗാർഗെ, കോൺഗ്രസ് ലീഡർ നേതാവ്, ഇവരെല്ലാവരുടെയും ചേർന്ന് അവിടെ പതാക ഉയർത്തി. അവിടെ ഇപ്പം വന്ദേമാതരം ആലപിക്കുന്നുണ്ട്. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 4 ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സാധാരണ നമ്മൾ പാടുന്ന ആ റിതംസ് മൊത്തം കഴിഞ്ഞപ്പോൾ ആ വരികളെല്ലാം പാടിയപ്പം അടുത്ത വരി സ്റ്റാർട്ടായപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന സോണിയാഗാന്ധിക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നു. അതായത് ഒരു മെൻ്റലായിട്ടുള്ള ഒരാൾ കാണിക്കുന്ന പോലുള്ള ആക്ഷൻ അവിടെ നിന്ന് കാണിക്കുന്നത്. കാര്യം അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതൊന്നും. കാര്യം അവർ മതപരമായിട്ടാണോ അല്ല രാഷ്ട്രീയപരമായിട്ടോ എന്താണോ നാഷണൽ സോങ് നമുക്ക് എല്ലാവർക്കും മൊത്തം പാടേണ്ട, എൻ്റെ കൺസെപ്റ്റിൽ എല്ലാവർക്കും പാടേണ്ടതാണ്, എല്ലാവരും പാടേണ്ടതാണ്. പക്ഷേ അതേ സമയത്ത് രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനതൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് പുള്ളി അങ്ങനെ നിൽക്കുവാന്ന് പറയാം. എല്ലാവരും പറയുന്ന പോലെ പുള്ളിക്കാരനെ കളിയാക്കുന്ന പോലെ പുള്ളി അതുപോലെ അവിടെ നിൽക്കുന്നൊന്നും മനസ്സിലായില്ലോ തോന്നുന്നു. പക്ഷേ ഇവർ വളരെ ഇവർക്കങ്ങ് അംഗീകരിക്കാൻ പറ്റാതെ ഇരുന്ന് അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെ കൈയും കാലും ഒക്കെ കാണിക്കുന്നു. എന്നിട്ടും അത് പാടുന്നുണ്ട്. പാടിക്കഴിഞ്ഞ് തീർന്ന് അത് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു, നല്ല കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഒക്കെ കേൾക്കാനും പാടാനും ഒക്കെ എതിർപ്പുള്ളവർ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത്? ഇവർക്ക് എന്തുവാണ് ഈ രാജ്യത്തോട് കൂറുള്ളത്? അതെ, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ആന്തം, നാഷണൽ സോങ്, ഇതിനെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ എന്തിന് ഇന്ത്യയിലുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് നിങ്ങൾ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടും വേണം ആ രാജ്യത്ത് താമസിക്കാൻ. ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാതെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കണം. അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം. ഇവരൊക്കെ വലിയ കോൺഗ്രസ് ലീഡർമാരാണെന്നൊക്കെ പറയുന്നത് ഇവർക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത്? ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവരോടുള്ള ഒരു ശകലം കൂടെ, ഒരു തുള്ളി, ഒരു പെർസെൻറ്റേജ് സ്നേഹമുള്ളത് അതുകൂടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം കോൺഗ്രസ് ഇന്ത്യയിൽ നിന്നേ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ഇന്ത്യയിൽ എങ്ങും ഇല്ല, ഒരു സ്റ്റേറ്റിലും ഇല്ല. അതുപോലെ തന്നെ ഇപ്പം കോൺഗ്രസ് ഞങ്ങളുടെ തെലങ്കാനയിലും ഉണ്ട്, പിന്നെ ഇവിടെ വേറൊരു സ്റ്റേറ്റിലും ഉണ്ട്. ഇതും പൂർത്തിയായിട്ട് പോയി. ഇതൊക്കെ കാരണമാണ്. കാര്യം നമ്മുടെ പാർട്ടി ഏതാകട്ടെ, മതമാകട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പതാകയെ റെസ്പെക്റ്റ് ചെയ്യണം. നാഷണൽ സോങ്ങിനെ, നാഷണൽ ആന്തത്തിനെ, രാജ്യത്തെ നിയമങ്ങളും എല്ലാം റെസ്പെക്റ്റ് ചെയ്തും അംഗീകരിച്ചും നമ്മളത് ഫോളോ ചെയ്തും വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വളരെ സഹതാപം തോന്നി, വളരെ കഷ്ടം തോന്നി ഇവരുടെയൊക്കെ ഈ പ്രവൃത്തി കാണുമ്പോൾ. കാര്യം ഇത്ര പ്രായമുള്ളവരും അറിവും വിവേകവും ഒക്കെ ഉള്ളവർ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെ കൂട്ടുള്ള ചെറിയ ചെറിയ ആളുകൾ അതെന്തുവാണ്, ഇവരൊക്കെ എന്തുവാണ് നമുക്കൊരു ഇവരുടെ എന്ത് റൂൾസ് അല്ല ഇവരുടെ, നമ്മൾ എന്താണ് ഇവരെ ഫോളോ ചെയ്യേണ്ടത്, എന്താണ് ഇവരെ കണ്ട് അനുകരിക്കേണ്ടത്, ഇവരെ കണ്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? തെറ്റല്ലയോ ഞാൻ പറഞ്ഞത്? ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. കാര്യം എനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെ വളരെ വിഷമം തോന്നി. ഓക്കെ, അവരെന്തുമായിക്കോട്ടെ, ഏത് പാർട്ടി ആകട്ടെ, എന്തുമാകട്ടെ, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ സോങ് പാടുമ്പോൾ അതിനെ ബഹുമാനിച്ച് അവിടെ നിൽക്കുക. പിന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ. പക്ഷെ അത് നടക്കുമ്പോൾ നമുക്ക് നിയമം തന്നെ ഒന്നുണ്ട്, ഇതിനെ ഒന്നും അവഹേളിക്കാൻ പാടില്ല എന്നുള്ളത് ശിക്ഷാർഹമാണെന്ന്. ഇതിന് ഇവർക്ക് ശിക്ഷ കൊടുക്കുമോ? ഈ കാണിച്ചതിന് ഇവർക്ക് ശിക്ഷ കൊടുക്കുമോ? എന്തോ ഒരു കാര്യങ്ങളാണ് ഒരു രാജ്യത്ത് വന്നിട്ട് കാണിക്കുന്നത്. വെളി രാജ്യത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു അംഗങ്ങളായി മാറിയിട്ട് ആ രാജ്യത്തിന് തന്നെ, ഈ രാജ്യത്തിന് തന്നെ പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാളിനും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ആ സമയം അത് കഴിയുന്നിടം വരെ മര്യാദയ്ക്ക് നിൽക്കുക. അതിന് ശേഷം അവരെന്തുവാന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം പറയട്ടെ. ശരി, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഒന്നും നമ്മുടെ രാജ്യത്ത് നിലനിർത്തേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. വേറൊരു രാജ്യത്ത് ഇതൊക്കെ നടക്കുക? നിങ്ങൾ തന്നെ പറ. വേറെ ഏതെങ്കിലും രാജ്യത്ത് അവിടുത്തെ നാഷണൽ ആന്തത്തിനെയോ നാഷണൽ സോങ്ങിനെയോ അവിടുത്തെ നിയമങ്ങളെയൊക്കെ അവഹേളിക്കുന്നവരെ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ രാജ്യം ആർക്കും കയറി ചെണ്ട കൊട്ടാവുന്ന ഒരു സ്ഥിതിയായി മാറി. അത് മാറ്റിയതാണ്
കുറേ ആളുകളിരുന്നു, കുറേ ഭരണകർത്താക്കൾ രാജ്യത്തിരുന്ന്. പക്ഷേ ഇപ്പോൾ ഉള്ള ഭരണകർത്താക്കളോട് ഇതിനൊക്കെ ഒരു ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയും വേറുള്ള രാജ്യങ്ങളുടെ കൂട്ട് തന്നെ ഒരാളുകളെ അനധികൃതമായിട്ട് പ്രവേശിപ്പിക്കാതെയും ഇവിടുത്തെ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്തും നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വരുന്ന തലമുറയ്ക്ക് സേഫായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഈ ഗവൺമെൻറ്. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഭാരത് മാതാ കി ജയ്.